ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അനാമിക അനന്തപുരിയിൽ വന്നിട്ടുണ്ട്. അനാമിക വരുന്നത് കാണുമ്പോൾ ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ്, ഇനിയിപ്പോൾ അനാമികയ്ക്ക് നയന വന്നത് ഇഷ്ടമാകില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അനാമിക അകത്തേക്ക് കയറി വരുമ്പോൾ ദേവയാനി എഴുന്നേറ്റിട്ട് മോള് വന്നോ എന്നിങ്ങനെ ചോദിക്കണേ അനാമികയെ കാണുമ്പോൾ. ദേവയാനി അനാമികയെ കാണുമ്പോൾ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. അതിനുശേഷം അനാമിക പറയുന്നുണ്ടായിരുന്നു, അവളുമാർ ഇവിടെ നിന്ന് പോയല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നതെന്ന്. എന്നിട്ട് അനാമിക പറയുകയാണ്, അവളുമാരുടെ അച്ഛൻ എന്താണ് ഇത്ര ഡിമാൻഡ്, അവളുമാർ വീട്ടിൽ നിൽക്കുമ്പോൾ വല്യമ്മ പോയി വിളിക്കാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അനാമിക അവരുടെ നയനയുടെ വീട്ടുകാരെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിയാണ്. അപ്പോൾ നയന വന്നു എന്നൊന്നും ദേവയാനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്, പറയാതെ. അനാമിക പറയുന്ന ഓരോന്നും ദേവയാനി കേട്ടോണ്ട് നിൽക്കുകയാണ്. ആദർശേട്ടന് നയനെ ഇല്ലാതെ പറ്റത്തില്ല, അതുകൊണ്ടാണ് അവർ ഇത്രയും വാശി പിടിക്കുന്ന, വല്യമ്മ ചെന്ന് വിളിക്കണമെന്നൊക്കെ പറഞ്ഞ്. വലിയമ്മ ഇനിയിപ്പോൾ നയനെ പോയി വിളിക്കരുത്, ഒരിക്കലും വിളിക്കരുതെന്നൊക്കെ ഓരോ ഉപദേശമായിട്ട് അനാമിക ദേവയാനിയുടെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം ദേവയാനി ചോദിക്കുകയാണ്, മോളെന്താ നവിയുടെ 7ാം മാസത്തെ ചടങ്ങിന് വരാത്തതെന്ന് പറയുമ്പോൾ അനാമിക പറയുകയാണ്, ഞാൻ വന്നില്ലെങ്കിൽ എന്താ ചിക്കൻ ബോസ് കറി വന്നിരുന്നല്ലോ എന്ന്. നന്ദു വന്നിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ്, ആ നന്ദുമോള് എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക ചോദിക്കണം, വലിയമ്മ എന്താ പറഞ്ഞത്, നന്ദുമോളെന്നാ? അപ്പോൾ ദേവയാനി പറയുകയാണ്, അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്നതാണെന്ന്. എന്നിട്ട് ദേവയാനി പറയുകയാണ്, ആ നന്ദു വന്നതിൽ എനിക്കും ചെറിയ ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നവിയുടെ 7ാം മാസത്തെ ചടങ്ങല്ലേ, അവളെ ചേച്ചിയുടെ ചടങ്ങല്ലേ, അപ്പോൾ അവൾ എങ്ങനെയാണ് വരില്ലെന്ന് പറയാനാണ് ഞാൻ എങ്ങനെയാണ് വരണ്ടാന്ന് ഇങ്ങനെ പറയുകയെന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ അനാമിക പറയുകയാണ്, വരണ്ടാന്ന് അങ്ങ് തറപ്പിച്ച് എന്നെ പറയണം, വരരുതെന്ന്. അപ്പോൾ എന്നതിന് ശേഷം ദേവയാനിയാണെങ്കിൽ അനാമികയുടെ അടുത്ത് പറയുകയാണ്, മോളിനി അനിയുടെ അടുത്ത് കുറച്ച് സ്നേഹത്തോടെയൊക്കെ പെരുമാറണമെന്ന്, ഇപ്പം കാണിക്കുകയൊക്കെ ചെയ്യണമെന്നിങ്ങനെ പറയുമ്പോൾ അനാമിക പറയുകയാണ്, ഞാനെന്തിനാണ് അവൻ്റെ അടുത്ത് സ്നേഹം കാണിക്കുന്നത്, ഞാൻ പോയതിന് ശേഷം ഒരു തവണ പോലും അവൻ എന്നെ വിളിച്ചിട്ടില്ല എന്ന്. ഇതിനൊക്കെ കാരണം ആ നന്ദുവാണ്, വല്യമ്മയുടെ മരുമകൾ തന്നെയാണ് അവർ തമ്മിൽ ഒന്നിച്ച് കാണുവാനും സംസാരിക്കാനും ഒക്കെ അവസരം ഒരുക്കി കൊടുക്കുന്നതെന്ന്. എന്നെ പുറത്താക്കിയിട്ട് അവളെ കൊണ്ടുവരണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അവൾ എന്തായാലും നവിയുടെ 7ാം മാസത്തെ ചടങ്ങിന് വന്നതല്ല, എൻ്റെ ഭർത്താവിനെ കാണാൻ മാത്രമാണ് ആ നന്ദു വന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിലാണ് അനാമിക സംസാരിക്കുന്നത്. നയന വന്നത് അനാമിക അറിഞ്ഞിട്ടില്ല. അനാമികയുടെ അടുത്ത് ദേവയാനിയും പറയാൻ പോയില്ല. അതിനുശേഷം അനാമിക നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ്, നയന വന്നത് അറിഞ്ഞിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ നയനയെ കാണുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് തോന്നുന്നു. അതിനുശേഷം നേരെ അനിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അനാമികയെ കാണുമ്പോൾ ചോദിക്കുകയാണ്, ആ വന്നോ എന്ന്. അപ്പോൾ അനാമിക പറയുകയാണ്, അവളുമാർ രണ്ടുപേരും ഇവിടെ നിന്ന് പോയല്ലോ, അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. അനി മനസ്സിൽ ഓർക്കുകയാണ്, ഏട്ടത്തി വന്ന കാര്യം എന്തായാലും ഇവൾ അറിഞ്ഞിട്ടില്ല, അതിനിപ്പോൾ പറയാനും പോകണ്ട എന്ന് പറയുകയാണ്. അതിനുശേഷം അനി മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അനാമിക ആണെങ്കിൽ നയനയും അവിയൊക്കെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. അനി ചോദിക്കുകയാണ്, നീ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ അനാമിക പറയുകയാണ്, ഞാനവിടെ പോയ എൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ ഇങ്ങോട്ട് തള്ളിവിടുന്നതെന്ന്. അപ്പോൾ അനി ചോദിക്കുകയാണ്, നീയല്ലേ പറഞ്ഞിട്ടുള്ള നിൻ്റെ വീട്ടിൽ നീ പോയി നിന്നാൽ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല എന്ന്, പിന്നെ എന്തിനാണ് അവർ നിന്നെ ഇങ്ങോട്ട് തള്ളിവിടുന്നതെന്ന്. അപ്പോൾ അനാമിക പറയുകയാണ്, ഞാനവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല, പക്ഷേ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ചോദിക്കും, വിവാഹം കഴിഞ്ഞ് പോയതിന് ശേഷം ഞാൻ അവിടെ പോയി നിൽക്കുന്ന, അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് നാണക്കേടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അനി പറയുകയാണ്, നിന്നെക്കാളും എനിക്ക് ബന്ധുക്കൾ ഒരുപാടുള്ളതാണ്, പക്ഷെ അവരാരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല, നീ പിണങ്ങിപ്പോയി എന്ന് പറയാനെന്ന്. അനി പറയുകയാണ്, നമ്മൾ ജീവിക്കേണ്ടത് നമ്മളെ ഇഷ്ടത്തിനാണ്, അല്ലാതെ വഴക്കിട്ടല്ലേ ജീവിക്കാനുള്ളതെന്ന്. അനാമിക ചോദിക്കുകയാണ്, ഇനി ഒരു വഴക്കിനുള്ള തുടക്കം ഇടുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക റൂമിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോവുകയാണ്. ഈ സമയത്തിലെ നയനയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നയനയെ കണ്ട് ആകെ അന്തം വിട്ട് അനാമിക നിൽക്കുന്നുണ്ടായിരുന്നേ. നയനയെ കാണുമ്പോൾ അനാമിക ചോദിക്കുകയാണ്, നീയല്ലേ വല്യമ്മ വിളിക്കാൻ വരാതെ നീ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, എന്നെ എൻ്റെ അമ്മായിയമ്മ തന്നെയാണ് വന്ന് വിളിച്ചത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നതെന്ന്. ദേവയാനി പോയി വിളിച്ചതെന്ന് പറയുമ്പോൾ അനാമികയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം അനാമിക പറയുകയാണ്, നീ നിൻ്റെ ഭർത്താവും കൂടി നാടകം കളിക്കുകയാണോ, എനിക്കൊക്കെ ചെറിയ സംശയമൊക്കെ ഉണ്ടെന്ന്. പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഭാര്യമാർ മാറി നിൽക്കുമ്പോൾ കാണാതിരിക്കാൻ പറ്റില്ല, അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഭാര്യമാരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി എന്തും ചെയ്യും. നിൻ്റെ അനിയത്തിയും കൂടിയല്ലേ എന്നെ അനിയിൽ നിന്ന് അകറ്റുന്നത്, നിനക്ക് നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ്, അനി നല്ല പയ്യനാണ്, നീ കുറച്ച് അനിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇരട്ടി അതിന് പകരമായിട്ട് നിന്നെ സ്നേഹിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുക. നിൻ്റെ കഴിവ് കേടാണെന്ന് പറഞ്ഞിട്ട് നയന പോവുകയാണ്. അതിനുശേഷം അനാമിക ആണെങ്കിൽ നയനയെ കണ്ട ദേഷ്യത്തിലാണ് അനാമികയിൽ നിൽക്കുന്നത്. പിന്നീട് ജാനകിയും ജലജയാണ് കാണിക്കുന്നത്.
ഞാനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജലജ പറയുകയാണ്, ഇവിടെ നമ്മളൊന്നും അറിയാത്ത എന്ത് മറിമായങ്ങൾ നടക്കുകയാണ്. അല്ലെങ്കിൽ ഏട്ടത്തി ആ നയനയെ വിളിക്കാൻ വേണ്ടി പോകത്തൊന്നുമില്ല. അപ്പോൾ നയനയെ വിളിച്ചുകൊണ്ട് വന്നല്ലോ, അപ്പോൾ എന്തോ ഇവിടെ നടക്കുകയാണെന്ന്. കമ്പനിയിലാണെങ്കിൽ ആദർശിനൊപ്പം ഉള്ള സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കാലശേഷം ഇനി ആദർശും നയനയും കൂടിയായിരിക്കും അനന്തപുരി തറവാടും കമ്പനികളും അടക്കി ഭരിക്കുന്നതെന്ന്. അച്ഛനും അമ്മയ്ക്കൊക്കെ നയനയാണല്ലോ കൂടുതൽ ഇഷ്ടം. നമ്മളൊക്കെ അവളുടെ കീഴിൽ നിൽക്കേണ്ടി വരും, ആദർശിൻ്റെയും നയനയുടെയൊക്കെ കീഴിൽ. ഇപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന്. അപ്പോൾ ആണ് അനാമിക അവിടേക്ക് വരുന്നത്. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, മോള് വന്നോ എന്ന്. അപ്പോൾ അനാമിക പറയുകയാണ്, അവളുമാർ രണ്ടുപേരും ഇവിടെ നിന്ന് പോയി എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ വന്നതെന്ന്. വലിയമ്മയാണെങ്കിൽ ആ നൈനേനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അവളുകൾ ഉണ്ടെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു, അവളുകളില്ലാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ അനാമിക പറയുകയാണ്. ജാനകി പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തി പോയി വിളിക്കാൻ കാരണം അച്ഛനും അമ്മയും ആദർശും ഏട്ടനും ഒക്കെ ഏട്ടത്തി ഒരുപാട് വഴക്ക് പറഞ്ഞ് നൈന പോയിരുന്നതിൽ അതുകൊണ്ടായിരിക്കും ഏട്ടത്തി നൈനയെ പോയി വിളിച്ചുകൊണ്ട് വന്നതെന്ന്. അനാമിക ചോദിക്കുകയാണ്, ഞാനിവിടെ നിന്ന് പോയി എത്രയോ ദിവസമായി, എന്നിട്ട് ആരെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നെ പോയി വിളിച്ചുകൊണ്ട് വരാനെന്ന്. അപ്പോൾ ജാനകി പറയുകയാണ്, ഇടയ്ക്കൊക്കെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എന്ന്. പറയുകയാണ്, ആര് പറഞ്ഞു? ആരും ഇവിടെ പറഞ്ഞില്ലല്ലോ, മോളോട് എന്തിനാ മറച്ചു വയ്ക്കുന്ന കാര്യം പറയാൻ ആരും പറഞ്ഞിട്ടില്ല എന്ന് മോളെ വിളിച്ചുകൊണ്ട് വരാൻ. നമ്മളിവിടെ നിന്ന് പോയാൽ ആർക്കും കുഴപ്പമില്ല, നൈനെ പോയാലും ഇവിടെ ഉള്ളവർക്ക് കുഴപ്പമുള്ളൂ, അവളെ തിരിച്ചു കൊണ്ടുവരാൻ ഇവിടെ ഉള്ളവർക്ക് താല്പര്യമുള്ളൂ എന്ന് ജലജ ഇങ്ങനെ പറയുകയാണേ. എന്തായാലും ഇനി നമ്മളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുന്നതാണ് നല്ലതെന്ന് ജലജ പറയുകയാണ്. ജലജ പറഞ്ഞതിന് ശേഷം ജലജ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ആദർശ് നൈനയാണ് കാണിക്കുന്നത്. രണ്ടുപേരും ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. അപ്പോൾ ദേവയാനിയാണെങ്കിൽ രണ്ടുപേർക്കും ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് കാത്തു നിൽക്കുകയാണ്. ആഹാരമെല്ലാം നൈനയുടെ കയ്യിലേക്ക് ദേവയാനി കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ആദർശിനോട് നൈനയെ വിളിച്ചുകൊണ്ട് വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഞാൻ 2 പ്രാവശ്യം നാണം കെട്ട് ഇവളെ പോയി വിളിക്കാൻ വേണ്ടി പോയി എന്ന്. ഇവൾക്ക് വേണ്ടി നാണം കെടണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് ചോദിക്കുകയാണ്, ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ നാണം കെട്ട് അവളെ പോയി വിളിച്ചുകൊണ്ട് വരാനൊന്നും. എനിക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, എനിക്ക് എപ്പോഴും വേണമെങ്കിലും അവിടെ പോകാനും അവിടെ താമസിക്കാനും സൗകര്യമുണ്ട്, എനിക്ക് വേണ്ടി അവിടെ ഒരു റൂമും ഉണ്ടെന്നൊക്കെ ആദർശ് പറയുകയാണ്. ദേവയാനി പറയുകയാണ്, എന്തായാലും നിനക്ക് അവിടെ റൂം കാണും, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ എടുത്തു കൊടുത്ത വീടല്ലേ, അതുകൊണ്ട് നിനക്ക് റൂം അവിടെ കാണുമെന്ന് പറയുകയാണ്. അപ്പോൾ നിനക്ക് പോകാം, എപ്പോഴും വേണമെങ്കിലും പോകാമല്ലോ, പക്ഷേ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒന്നും അവിടെ എപ്പോഴും പോകാൻ പറ്റത്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇവളെ പോയി വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. ദേവയാനി നൈനയെ പോയി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ പറയുകയാണ്. ഞാനിനി അവളെ അച്ഛനെയും അമ്മേൻ്റെയും മുമ്പിൽ വെച്ച് സ്നേഹിക്കത്തുള്ളൂ, അല്ലാതെ ഞാൻ അവളെ സ്നേഹിക്കത്തൊന്നുമില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അമ്മ അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് എന്താണെന്നിങ്ങനെ ചോദിക്കുകയാണ്. പിന്നീട് ആദർശ് നൈനയെ ഓഫീസിൽ പോകാൻ വേണ്ടി പോകുമ്പോൾ കുറച്ച് ദൂരം എത്തുമ്പോൾ ദേവയാനി പറയുകയാണ് ആദർശിൻ്റെ അടുത്ത്, ഭക്ഷണമൊന്നും കളയരുത്, ബാക്കിയൊന്നും വെക്കരുതെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ തിരിഞ്ഞ് നിന്നിട്ട് പറയുകയാണ്, ഇവളെന്തായാലും അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമൊന്നും കളയത്തില്ല എന്ന്. അവൾ മുഴുവനും കഴിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ്, ഞാൻ ഇവളുടെ കാര്യമല്ല പറഞ്ഞത്, നിന്നോടാണ് പറഞ്ഞത് ഭക്ഷണം അത്രയും കഴിക്കണമെന്ന്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയണ്ട എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ആദർശ് തിരിഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് ഞാനാണെങ്കിലും ടാറ്റയൊക്കെ ദേവയാനി കൊടുക്കുകയാണ്. തിരിച്ച് ദേവയാനിയും ടാറ്റയൊക്കെ കൊടുക്കുകയാണ്. നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ ആദർശാണെങ്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ ദേവയാനിയും പഴയതുപോലെ ഗൗരവത്തിലാണ് നിൽക്കുന്നത്. ആദർശ് ഇവർ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഇവരെ രണ്ടുപേരുടെ മുഖഭാവങ്ങളൊക്കെ. അതിനുശേഷം ആദർശ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര ഗൗരവത്തിലാണ് ദേവയാനി നിൽക്കുന്നത്. നൈനയെ വഴക്ക് പറയുമ്പോഴും ദേവയാനി വഴക്ക് പറയുന്ന സമയത്തെല്ലാം നൈന ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്ന. ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് ആദർശ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമികയാണ് കാണിക്കുന്നത്. അനാമികയാണെങ്കിൽ നല്ല ദേഷ്യത്തിയിരിക്കുകയാണ്. അപ്പോൾ ദേവയാനിയാണെങ്കിൽ അനാമികയുടെ അടുത്ത് വരികയാണ്. അപ്പോൾ അനാമികയുടെ അടുത്ത് വരുമ്പോൾ ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ്, ഇനി ഇവളോട് എന്താ ഞാൻ പറയുകയെന്ന്. ദേവയാനിയെ കാണുമ്പോൾ അനാമിക ചോദിക്കുകയാണ്, വലിയമ്മ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറയാതിരുന്നതെന്ന്. ഇങ്ങനെ വന്നു എന്ന് പറയുന്നത് മോൾക്ക് ഇഷ്ടമാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, വലിയമ്മ എന്തിനാ പോയി വിളിച്ചത്? വലിയമ്മയ്ക്ക് എന്തിൻ്റെ കേടായിരുന്നു അവളെ പോയി വിളിക്കേണ്ടിയിരുന്നത്, വല്ല ആവശ്യമുണ്ടോ എന്ന്? എന്തിനാ വലിയമ്മ അവളുടെ മുമ്പിൽ താന്നു കൊടുക്കുന്നത്? എന്തിനാ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. ദേവയാനി പറയുകയാണ്, ഇവിടെ എല്ലാവർക്കും നൈനയില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് സങ്കടമായിരുന്നു, അതുകൊണ്ട് അവരുടെ സങ്കടം കാണാൻ വയ്യാത്തതുകൊണ്ടാണ് നൈനയെ വിളിക്കാൻ ഞാൻ പോയതെന്ന്. അല്ലാതെ എനിക്ക് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ അവളെ വിളിക്കാൻ പോയത് എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക പറയുകയാണ്, വലിയമ്മ ഇപ്പോൾ കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിനയിക്കുകയാണെന്ന് തോന്നുന്നു, അവളോട് സ്നേഹം ഉള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അവളുടെ അടുത്ത് സ്നേഹമൊന്നുമില്ല, ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയുകയാണ്. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്ന്, അവർക്ക് വേണ്ടിയാണ് ഞാൻ താഴ്ന്നു കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനാമികയാണെങ്കിൽ ദേവയാനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനാമികയാണെങ്കിൽ വലിയമ്മയുടെ മരുമോൾ എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ്, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മരുമോൾ നീ പറയേണ്ട ആവശ്യമില്ല, ഞാൻ അവളെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന്.
ആ സ്ഥാനം ഞാൻ എനിക്ക് കൊടുത്തിട്ടില്ല എന്ന് ദേവയാനി ഇങ്ങനെ പറയുകയാണ്. അനാമിക പറയുന്നുണ്ടായിരുന്നു, എന്നെ അനിയൻ തമ്മിൽ അകറ്റുന്ന നൈന ഒറ്റ ഒരുത്തിയാണ് കാരണക്കാരി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആദർശേട്ടൻ്റെ ഒപ്പമുള്ള സ്ഥാനമാണ് കമ്പനിയിൽ അവൾക്ക് കൊടുത്തിട്ടുള്ള. ഇനിയിപ്പോൾ എല്ലാത്തിൻ്റെയും അധികാരം അവൾ പിടിച്ചടക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ദേവേനി പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ വലിയമ്മയ്ക്ക് ഒരു സ്ഥാനവും കാണത്തില്ല, അതുപോലെ മനസ്സിലാക്കി വേണം വലിയമ്മ ജീവിക്കാൻ എന്നൊക്കെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുത്തിട്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ്, എൻ്റെ മരുമകൾ അനിയും അനാമിക ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാണ്. അനാമിക മറിച്ചാണല്ലോ ചിന്തിക്കുന്നത് എന്നിങ്ങനെ അനാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് നിൽക്കുന്ന ദേവയാനി കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്